അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 2024-25 വർഷത്തിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി 7ാം ക്ലാസ്സിന് തയ്യാറാക്കിയ ഫിഖിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ, നന്നായി മാർക്ക് വാങ്ങാൻ സാധിക്കുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊന്ന് വായിക്കാം. 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുള്ളത്. ആദ്യമായി യോജിച്ചവ ചേർക്കാം. അപ്പുറത്തെ ആ ബോക്സിൽ നിന്ന് മാച്ചായത് മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. 1 ദുൽഹിജ്ജ 9 അറഫാ ദിവസം. 2 റജബ് 27 മിറാജ്. 3 ഷഅബാൻ 15 ബറാഅത്ത്. 4 ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ട വർഷം. ഹജ്ജ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് ഹിജ്റ 6ാം വർഷം. 5 ഹജ്ജിന്റെ ഫർളുകളിൽ അറഫയിൽ നിൽക്കൽ അല്ലാത്തവ ഉംറക്കും ഫർളുകളാണ്. 6 133 കിലോമീറ്റർ 2 മർഹല. 7 595 ഗ്രാം 200 ദിർഹം. ഇങ്ങനെ കൃത്യമായിട്ട് മാച്ച് ചെയ്യാം. 2 പൂർത്തിയാക്കാം. അതിലൊന്ന് ത്വഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ലേച്ഛ വസ്തുക്കൾ തൊട്ട് വൃത്തിയാക്കലാണ്. 2 6 തയമ്മുമിന്റെ ഫർളുകൾ. 3 മുഗല്ലദ നജസ് കൊണ്ട് മലിനമായത് 7 തവണ കഴുകണം. 4 മുക്കല്ലഫ് അല്ലാത്ത സക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകണം. 5 ഫിത്ർ സക്കാത്ത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ്. ഇനി 3 2 വീതം എഴുതാം. 2 മാത്രം എഴുതിയാൽ മതി. 1 സക്കാത്തിന്റെ അവകാശികൾ 2 എഴുതാം. 8 അവകാശികൾ 2 മാത്രം എഴുതാം. 1 ഫഖീർ, 2 മിസ്കിൻ. ഇനി അതിൽ 2 നോമ്പിന്റെ സുന്നത്തുകൾ 2 എഴുതാം. 1 അത്താഴം കഴിക്കുക. 2 അസ്തമന സമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക. അസ്തമനം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക. ഇനി അതിൽ 3 ഹജ്ജും ഉംറയും നിർബന്ധമാകാൻ ഷർത്തുകൾ. 1 മുസ്ലിമാവുക. 2 മുക്കല്ലഫാവുക. ഇനി 4 സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാകാൻ പ്രത്യേക ഷർത്തുകൾ. 1 ഇദ്ദയിൽ അല്ലാതിരിക്കുക. 2 അവളോടുകൂടെ ഭർത്താവോ മഹ്റമോ വിശ്വസ്തരായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക. 5 ഹജ്ജിന്റെ ഫർളുകൾ കാരണമാണ് 2 ഇതാ. 1 ഇഹ്റാം ചെയ്യൽ. 2 അറഫയിൽ നിൽക്കൽ. ഇനി 4 ഉത്തരം എഴുതാം. ചോദ്യം 1 പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ്? ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ ഫദ്ലിക്. ഇതാണ് പുറപ്പെടുമ്പോൾ ചൊല്ലേണ്ടത്. കയറുമ്പോൾ ഫദ്ലിക എന്നുള്ളിടത്ത് റഹ്മത്തിക എന്നാക്കി കൊടുത്താൽ മതി. 3 ചോദ്യം ഖാഫിഖാനി. 2 ചോദ്യം ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വാജിബുള്ള അമൽ ഏതാണ്? ഹജ്ജും ഉംറയും. ചോദ്യം 3 ഖാഫിഖാനി എന്താകുന്നു? മശ്രിഖ് മഗ്രിബ്. ചോദ്യം 4 ഖുർആനിൽ നോമ്പ് വാജിബാണെന്നതിന്റെ തെളിവ് എന്താണ്? ഫമൻ ഷഹിദ മിൻകും അഷ്ഹറ ഫല്യസുംഹു. 5 ചോദ്യം ഇബ്നു സബീൽ എപ്പോഴാണ് സക്കാത്തിന് അവകാശിയാകുക? ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാരൻ. ഉത്തരം അവന്റെ യാത്ര ഹലാലാവുകയും ആവശ്യമുള്ളതാവുകയും ചെയ്താൽ. ഇനി 5 പൂരിപ്പിക്കാം. അതിലൊന്ന് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ അലൻ നിസാഇ ഹൽഖുൻ ഇന്നമാ അലൻ നിസാഇ തഖ്സീർ. 2 ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ് ഇസ്അഉ ഫഇന്ന സഅയ ഖദ് കുതിബ അലൈക്കും. 6 വ്യക്തമാക്കാം. 1 ഇഅ്തികാഫ്.
എത്തിക്കാഫിനെ കുറിച്ചാണ് എഴുതേണ്ടത്. നിസ്കാരത്തിൻ്റെ തുമനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയ്യത്തോടുകൂടി പള്ളിയിൽ താമസിക്കലാണ്. ചോദ്യം 2. നോമ്പിൻ്റെ കഫാറത്ത്. ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമാരുടെ മോചിപ്പിക്കലാണ്. അല്ലാഹു തആല കൃത്യമായ ഉത്തരം ഇതാണ്. തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.